അശുദ്ധനായി ചെടികമാം പാപത്തിൽ ജീവിച്ചിന്നു ഞാൻ രോഗിയായി. നീറുമൻ ഹൃത്തും നോവുമൻ മിഴിയും തിരുമുൻപിലേകി ഞാൻ കരഞ്ഞു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡിൽ അന്ത്യകാല അടയാളങ്ങൾ കണ്ട് പശ്ചാത്തപിക്കുവാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു നമ്മൾ വചനപ്രഘോഷണം നടത്തിയത്. തുടർന്ന് അതിൻ്റെ തന്നെ തുടർച്ചയായി നമ്മൾ വചനം പ്രാർത്ഥനയോടെ ശ്രവിക്കാം, ശ്രദ്ധയോടെ വചനങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവവുമായി രമ്യതപ്പെടാൻ വേണ്ടി നമുക്കൊരുങ്ങാം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18, 19, 20 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, നമുക്ക് രമ്യതപ്പെടാം. നമ്മുടെ പാപങ്ങൾ എത്ര ഘോരമാണെങ്കിലും എത്ര കടും ചുമപ്പാണെങ്കിലും കർത്താവ് പറയുവാണ് അത് വെണ്മയുള്ളതാക്കി തീർക്കാമെന്ന്. അത് രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാമെന്ന് കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ എന്തു വേണം? അനുസരിക്കാൻ സന്നദ്ധനാണ് നമ്മൾ. അനുസരിക്കാൻ സന്നദ്ധനാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ കർത്താവിന് നമ്മളോട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ കടും ചുവപ്പായ പാപങ്ങളെയും രക്തവർണ്ണാങ്കിതമായ അകൃത്യങ്ങളെയും കർത്താവ് വെളുപ്പിക്കുന്നു? തൻ്റെ വചനമാകുന്ന ശുദ്ധജലം ഉപയോഗിച്ചാണ് അതിനെ കഴുകി വെളുപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നിന്നു കൊടുക്കാൻ അനുസരണ വേണം. നമുക്ക് അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കുന്നവരാണ്. അപ്പോൾ അതാണ് തുറന്നു പറയുന്നത്, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നമ്മുടെ ഐശ്വര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് ഐശ്വര്യമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന് അവകാശിയായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. അതിനു വേണ്ട ഐശ്വര്യത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ദൈവഭയം, ദൈവഭക്തി, ആത്മധൈര്യം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി തന്നാൽ മാത്രമേ നമ്മൾ ആത്മീയ ഐശ്വര്യമുള്ളവരായിട്ട് മാറുള്ളൂ. അതാണ് ഈ പറഞ്ഞ ഐശ്വര്യം. അപ്പോൾ നമ്മൾ വചനം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നമ്മൾ നിറയും. അതുവഴി നമ്മൾ നിത്യജീവിതത്തിന് അവകാശികളായിട്ട് തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞത്. ഐശ്വര്യം സ്വർഗ ഐശ്വര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞത് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും ലഭിക്കും. പക്ഷേ അനുസരിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ, ഭൂമിയിൽ വെച്ച് തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ഒന്നാം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. ഇങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച വ്യക്തികൾ മരണ യോർദാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവേശിക്കുന്നത് രണ്ടാം സ്വർഗമാകുന്ന പർദീസയിലേക്കാണ്. ഈ പർദീസയിൽ വസിക്കുന്നവർ മൂന്നാം സ്വർഗമാകുന്ന നിത്യപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അന്ത്യവിധി കഴിഞ്ഞു പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ മുതൽ ഒരുങ്ങിയാലേ ഈ അന്ത്യവിധിയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മിക്കവാറും നമുക്ക് പർദീസ വരെയൊക്കെ പോകാൻ സാധിക്കും. പക്ഷേ അവിടെയും തടസ്സത്തിൻ്റെയും ഭിന്നതയിലൊക്കെ അരൂപയുടെ പ്രവർത്തനങ്ങളും പരീക്ഷകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ആദവും ഹവ്വായും ഒക്കെ പർദീസയിലായിരുന്നവരാണ്. അവർ ദൈവത്തെ പോലെ ആയിരുന്നവരാണ്. അവിടെ ആര് ചെന്ന്? സാത്താനും പൈശാചിക ശക്തികളെല്ലാം അവിടെ കൂടിച്ചേർന്ന് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയെടുത്ത്.
അപ്പോൾ അത് അവിടെ വെച്ചത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വേണം പർദീസയാകുന്ന രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. പലർക്കും അതിൽ തെറ്റിദ്ധാരണയുണ്ട്. പർദീസയിലേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂർണ്ണമായും നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള വിസ ഉറച്ചെന്നുള്ളത് അല്ല, അവിടെയും നമുക്ക് അരിഷ്ടതകളുണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടെ വെച്ചേ നമ്മൾ വചനത്തിൽ കൂടുതൽ തൽപരരും വചനം തീക്ഷ്ണമായി അഭ്യസിച്ചവരുമായിരിക്കണം. നമ്മുടെ ആത്മാവിനെ അതനുസരിച്ച് നമ്മൾ ശരിക്കും പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടാകണം, ശുദ്ധീകരിച്ചിട്ടുണ്ടാകണം. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും, നമ്മുടെ അകൃത്യങ്ങൾ എത്ര രക്തവർണ്ണമായിട്ടുള്ളതാണെങ്കിലും, ഇതെല്ലാം കർത്താവ് ശുദ്ധജലമാകുന്ന വചനം കൊണ്ട് കഴുകി വെളുപ്പിക്കാൻ നമ്മൾ സന്ദർഭം ഒരുക്കി കൊടുക്കണം. ഇവിടെ വെച്ച് അത് പൂർണ്ണമായിട്ട് ഒരുങ്ങണം നമ്മൾ. അല്ലാതെ നമ്മൾ ഈ ലോക ജീവിതം കഴിഞ്ഞിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് തന്നെ അതെല്ലാം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് പറയുവാണ്, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. അനുസരിക്കാത്തവരെന്താണ് ചെയ്യുന്നതെന്ന്, എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നതെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വചനത്തിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:2. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവരാജ്യം അന്വേഷിക്കാതെ എന്ത് ചെയ്യുന്നെന്നാണ് ഇവിടെ കേട്ടത്? അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ അനുസരണക്കേടിൻ്റെ അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ ഇവിടെ ഉണ്ട്. അവൻ കാണിച്ചു തരുന്നതായ ഈ ലോകത്തിൻ്റെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമാകുന്ന ഖനി ഭക്ഷിച്ച് നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് ഇവിടെ വെച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് ഞാൻ എടുത്തത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അനുസരിക്കാതെ ഈ അന്തരീക്ഷ ശക്തികളുടെ അധീശനനുസരിച്ച് ജീവിച്ചാൽ, ധിക്കാരമായിട്ട് അത് തുടർന്നു പോയാൽ വാളിനിരയായിത്തീരും. വാളെന്താണ്? ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ. വാളിൽ പറഞ്ഞിട്ടുള്ളതായ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അനുസരിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ദുരന്തം, അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്ക് എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റാതെ വരും. നിത്യജീവൻ അവകാശികളല്ലാതായിത്തീരും നമ്മൾ. കാരണം വചനം സ്വീകരിക്കാനുള്ള എല്ലാവിധ വഴികളും അടഞ്ഞു പോകും. നമ്മൾ തന്നെ അടയ്ക്കുന്നതാണത്. ദൈവം ആ സമയത്ത് നമ്മുടെ നേരെ നമ്മളെ ദർശിക്കുക പോലും ചെയ്യില്ല. കാരണം റോമാലേഖനം 1:28 പറയുന്നുണ്ട്, ദൈവത്തെ അംഗീകരിക്കാത്തവരെ അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം വിട്ടുകളയും. ദൈവത്തെ അംഗീകരിക്കാത്തവരാണല്ലോ ദൈവവചനം അനുസരിക്കാതെയും സ്വീകരിക്കാതെ ഇരിക്കുന്നത്. ദൈവത്തെ അംഗീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓച്ഛാനിച്ച് നിന്ന് കേൾക്കും. നമ്മൾ ദൈവമേ നീ അരുളി ചെയ്താലും ദാസിന് ദാ ശ്രവിക്കുന്നു എന്ന് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ നമ്മളും പറഞ്ഞു നിൽക്കും. പക്ഷെ നമുക്ക് ദൈവത്തെ ഭയവുമില്ല, ദൈവത്തോട് ഭക്തിയില്ല, ദൈവത്തോട് താല്പര്യമില്ല, ദൈവത്തെ അംഗീകരിക്കുന്നുമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം നമ്മളെ വിട്ടുകളയുന്നു, നമ്മളെ ഉപേക്ഷിച്ച് കളയും ദൈവം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക, അനുസരിച്ച് ഐശ്വര്യം ആസ്വദിക്കാൻ ശ്രമിക്കുക എന്ന് കർത്താവ് വിളിച്ചത്. അപ്പം മുൻ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഇനി എസെക്കിയേൽ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് എസെക്കിയേൽ പ്രവചനത്തിലൂടെ നമ്മളോട് പറഞ്ഞത്.
നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുകയും ചെയ്യണം, കൂടാതെ പശ്ചാത്തപിക്കുകയും ചെയ്യണം. നമ്മൾ പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പശ്ചാത്താപം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പലർക്കും അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം, പാപബോധം. ഞാൻ ദൈവത്തിനെതിരായിട്ടാണല്ലോ ഈ ചെയ്തു പോയ അകൃത്യങ്ങളെല്ലാം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ചൂടാക്കുന്ന അവസ്ഥ. എന്തിനു വേണ്ടി ചൂടാക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി ചൂടാക്കുന്ന അവസ്ഥ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഡെഫിനിഷനിൽ മീനിങ്. വിശദമായിട്ടുള്ള ഒരർത്ഥം അതാണ്. അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? പശ്ചാത്താപത്തിൻ്റെ മേഖലയിൽ കൂടി സഞ്ചരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. അതാണ് എസെക്കിയേൽ പ്രവചനത്തിലൂടെ കർത്താവ് പറഞ്ഞത്. ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ആ വിധി നമ്മളുടെ നേരെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കാൻ തയ്യാറാണ്. പശ്ചാത്താപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ വിധി നമുക്ക് ഉറപ്പാണ് എന്ന് കർത്താവ് പറയുക. തുറന്ന് പറയുവാണ്, തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. അപ്പോൾ മേലിൽ പാപം ചെയ്യാതിരുന്നാൽ മതി പശ്ചാത്തപിച്ച്. അപ്പോൾ ചെയ്തു പോയ പാപത്തിന് പറ്റുന്നിടത്തോളം പരിഹാരവും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരുടെ ധനമോ മറ്റുള്ളവർക്ക് മാനഹാനിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമ്മളുടെ ആ വില്ലിങ്നെസ് കണ്ടുകൊണ്ട് കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയും പാപപ്രതി തരുകയും കൂടാതെ നിത്യരക്ഷയുടെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാൻ പിതാവ് നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. അപ്പോൾ ഈ ഒരു മനോഭാവം നമുക്കുണ്ടായാലേ ഉള്ളൂ പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും അതിനകത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. പുതിയ ചൈതന്യം എന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാകുന്ന ചൈതന്യം ദൈവം നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കർത്താവ് ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? നമ്മളൊരിക്കലും മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് മരിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരിലുള്ള മനുഷ്യരിലുള്ള എല്ലാ ആത്മാവിൻ്റെ പേരും ജീവാത്മാവെന്നാണ്. ഈ ജീവാത്മാവിനെ മനുഷ്യന് വേണമെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കും. പാപം ചെയ്ത് 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 അതിനെ അശുദ്ധമാക്കിക്കൊണ്ട് അതിനെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. നമ്മളൊരു ദൈവാത്മാവ് ഉണ്ടായിരുന്നതാണ് ആദത്തിന് വായിക്കും. അത് അവരുടെ തിന്മ മൂലം. തിന്മ എന്താണ്? ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിൻ്റെ വചനം സ്വീകരിച്ച്. അതാണ് അവർ ചെയ്ത തിന്മ. ആ ഒറ്റ പാപമുള്ളൂ ലോകത്തിലുള്ളതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ദൈവത്തോടൊന്നായി ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിൻ്റെ വചനം കേട്ട് പിശാചിനോടൊന്നായി ചേർന്നു. ഇപ്പോഴും ആദത്തിൻ്റെ സന്തതികളായിട്ട് ജീവിക്കുന്നവർ ഇപ്പോഴും പിശാചിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കണം. അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക്. രണ്ടാമത്തെ ആദമായ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ നിത്യജീവൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. നമ്മൾ അവിടുത്തെ വചനത്തിൽ ജീവിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരികയും നിത്യജീവൻ നമ്മളിൽ പ്രസരിക്കുകയും ചെയ്യുകയുള്ളൂ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് യോഹന്നാന്റെ വിശേഷം 6:54 പറയുന്ന ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യേശു ഇത് പറഞ്ഞത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടത്? എൻ്റെ ശരീരം ഭക്ഷിക്കണം. യേശുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ദൈവം ആത്മാവാണെന്ന്. യോഹന്നാന്റെ വിശേഷം 4:24 പറയുവാണ്, ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവെന്ന്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഭക്ഷിക്കണം. എങ്ങനെ ഭക്ഷിക്കണത്? തുടർന്ന് പറയുന്നത് എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം.
കർത്താവിൻ്റെ രക്തം എന്ന് പറയുന്നത് എന്താ? കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വചനം ആത്മാവും പരിശുദ്ധാത്മാവും നിത്യജീവനുമാണെന്ന്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ രക്തത്തിൻ്റെ പേരെന്താണ്? നിത്യജീവൻ. കാരണം ജീവൻ രക്തത്തിലാണ് കുടികൊള്ളുന്നത്. ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ്. ഓരോ മനുഷ്യരുടെയും ശരീരത്തിൽ ഓടുന്ന രക്തത്തിലാണ് ജീവൻ കുടികൊള്ളുന്നത്. പക്ഷേ ഇത് നിത്യജീവനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലം നമ്മളിലുള്ള ജീവൻ നിത്യജീവനായിട്ട് കൺവെർട്ട് ചെയ്യും, മാറ്റപ്പെടും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. അതുകൊണ്ട് യേശു പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ശരീരത്തെ ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും, എൻ്റെ നിത്യജീവനാകുന്ന രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന്. പ്രൈസ് ലോർഡ്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. പിന്നീട് കൊടുക്കുന്ന വാഗ്ദാനമാണ്. ഇങ്ങനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് അവസാന ദിവസം ഉയർപ്പിച്ച് കർത്താവിനോട് കൂടെ ആക്കി തീർക്കും. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. എന്നാൽ ആ വചനം നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ യോഗ്യതയോടുകൂടി വേണം സ്വീകരിക്കാൻ. ദൈവം നമ്മളുടെ കണ്ണുകളിലൂടെയും ചെവികളിലൂടെയാണ് ഈ വചനം സ്വീകരിക്കാനുള്ള അവസരം തരുന്നത്. മനുഷ്യന് 5 വായാണുള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ. ഒന്ന് നമ്മൾ ഭക്ഷിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് അറിയാവുന്നത് ഒരു വായയെക്കുറിച്ച് മാത്രമേ അറിയാൻ പാടുള്ളൂ, ഭക്ഷണം കഴിക്കുന്ന വായ. ബാക്കി 4 വായയും കൂടി ഉണ്ട് മനുഷ്യർക്ക്. ഒന്ന് കണ്ണാകുന്ന വായ, ഒന്ന് ചെവിയാകുന്ന വായ, ഒന്ന് മൂക്കാകുന്ന വായ, അടുത്തത് ത്വക്ക്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലും കൂടെയും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കുന്ന ദിവസം. ഈ 5 ഇന്ദ്രിയങ്ങളിലും കൂടെയും ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മെയിനായിട്ട് അറിയാവുന്നത് എന്താണ്? ശാപ്പാട് കഴിക്കുന്ന കാര്യം മാത്രമേ നമുക്കറിയാൻ പാടുള്ളൂ. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിലും ഉപരി ബാക്കി 4 ഇന്ദ്രിയങ്ങളും കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. സൗകര്യപൂർവ്വം മറക്കുകയാണ് നമ്മൾ. ഇതിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് ഭക്ഷണം ചെല്ലുന്നുണ്ട്, നമ്മുടെ രക്തത്തിൽ അത് കലരുന്നുണ്ട്. കണ്ണുകളിൽ കൂടി കാണുന്ന കാഴ്ചയിലൂടെ നമുക്ക് ഒരു ഭക്ഷണം കിട്ടുന്നുണ്ട്, കണ്ട് ആസ്വദിക്കുന്ന ഭക്ഷണം, ആസ്വാദനത്തിൻ്റെ ഭക്ഷണം. ചെവിയിൽ കൂടി കേട്ട് ആസ്വദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതിൽ കൂടി കയറുന്നതായ കാര്യങ്ങൾ, ചെവിയിൽ കൂടി കയറുന്ന കാര്യങ്ങൾ രക്തത്തിൽ കലരും. അതുകൊണ്ടാണ് ചെവിയിൽ കൂടി കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. രക്തത്തിൽ അത് കലരുന്നുകൊണ്ടാണ്. അതുപോലെ മൂക്കിൽ ശ്വസിക്കുന്ന വായു നല്ലതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ബോധം കെട്ട് താഴെ വീഴും. അതല്ല ആസ്വദിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ഗന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആസ്വദിക്കുകയും ചെയ്യും. അപ്പോൾ എന്നതുപോലെ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും നമ്മളിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ രക്തത്തിൽ കലർന്ന് ചേരുന്നതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു. അപ്പോൾ എന്നതുപോലെ ഈ വചനം നമ്മൾ നമ്മുടെ രക്തത്തിൽ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അതുപോലെ ഇത് മനസ്സിലാക്കിയും ഗ്രഹിച്ചും എല്ലാം ഇത് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ രക്തത്തിൽ ഇത് കലരുന്നത്, ഹൃദയത്തിൽ ഇത് സംഭരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് നമ്മുടെ ജീവനെ നിത്യജീവനാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാന മണിക്കൂറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യ പ്രഘോഷണങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അവസാന മണിക്കൂറിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല വിധത്തിലുള്ള ഉപഭോഗ സ്രോതസ്സുകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഊർജ്ജ സ്രോതസ്സുകളും നമുക്ക് ഇല്ലായ്മപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതായ ഈ കാലയളവിൽ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ ഉറങ്ങുന്നവരെ ഉണരുക എന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ധാരാളം പേരുണ്ട് ഈ കാര്യങ്ങളിൽ. നമ്മൾ ഒന്നും കണ്ടിട്ട് മനസ്സിലാക്കാത്തവരെ പോലെ ജീവിക്കരുത്. കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാതെ ജീവിക്കുന്നവർക്ക് അവസാനം അവർ ഒന്നും കിട്ടാതെ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ
മൂക്കറ്റം വരെ വെള്ളം വന്നപ്പോഴും മനസ്സിലാകാത്ത വ്യക്തികളുണ്ട്. അവരെക്കുറിച്ചും പത്രോസ്ലിഹ പറയുന്നുണ്ട്. അവർ കണ്ട് മനസ്സിലാകാതിരുന്ന നീതിമാന്മാരെന്നാണ് പറയുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന് പാതാളത്തിൽ ഇറങ്ങി അവരുടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതായിട്ട് വന്നെന്ന് പത്രോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴെങ്കിലും ഈ അവസാന മണിക്കൂറിനെ കുറിച്ച് മനസ്സിലാക്കി, കാലയളവിൻ്റെ വ്യത്യാസങ്ങൾ കണ്ട് മനസ്സിലാക്കി ജീവിതം പുതുക്കാനായിട്ട് ശ്രമിക്കുക. മത്തായി സുവിശേഷം 24 അധ്യായം 7 കൂടാതെ 10 മുതൽ 13 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്ത് ഉറഞ്ഞു പോകും. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. നമ്മളിപ്പോൾ കേട്ട് അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദേഷിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് 2 തെസ്സലോനിക്ക 2 അധ്യായം 3 പറയുന്നുണ്ട്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഒരുപാട് വഞ്ചകർ ഇറങ്ങിയിട്ടുണ്ടെന്ന് യോഹന്നാൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ആ വഞ്ചകരുടെ ഇടയിൽപ്പെട്ട് നമ്മൾ വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം കർത്താവിൻ്റെ ദിവസത്തിന് മുൻപ് അനേകർ വിശ്വാസം ഉപേക്ഷിച്ച് പോകും. അപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളും അവരുടെ പിന്നാലെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകരുത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ ഇങ്ങനെ പറഞ്ഞത്. വിശ്വാസത്യാഗം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കിക്കോ, അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടാൻ സമയമായെന്ന്. അരാജകത്വത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത് യാതൊരു വിധ ഭരണ സംവിധാനങ്ങളെ അനുസരിക്കാത്തവനും ദൈവത്തെ അംഗീകരിക്കാത്തവനുമായൊരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. അവനെല്ലാം സമ്പത്ത് കൊണ്ട് വിലയ്ക്ക് വാങ്ങാം എന്നുള്ള ധാരണയാണ് അവനുള്ളത്. സമ്പത്തിൻ്റെ അധീശനായിരിക്കും അവൻ. അവൻ വന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവത്തെ എതിർക്കുന്ന എല്ലാവരെയും അവൻ്റെ കീഴിൽ കൊണ്ടുവരും. അവൻ്റെ ഭരണമായിരിക്കും പിന്നീട് വരുന്നത്. അതിനെക്കുറിച്ചാണ് പൗലോസ്ലിഹ പറഞ്ഞത്, അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ നാശത്തിൻ്റെ സന്താനം എന്നാണ് അതിനെക്കുറിച്ച് പൗലോസ്ലിഹ പറയുന്നത്. നാശത്തിൻ്റെ സന്താനമാണ് അവൻ. അതിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതായ ഒരു വ്യക്തിത്വമായിരിക്കും അവനിലുള്ളത്. അവൻ ദൈവത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. ദൈവസാന്നിധ്യത്തെ അവൻ അപ്പാടെ വെറുക്കും. ദൈവത്തെ ഉപേക്ഷിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കും. ആദ്യ മാതാപിതാക്കന്മാരെ ദൈവത്തിൽ നിന്ന് അകറ്റിയ അതേ പിശാചിൻ്റെ അരൂപി തന്നെ അവനിലൂടെ പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. മത്തായി സുവിശേഷം 24 അധ്യായം 23, 24 പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അരാജകത്വത്തിൻ്റെ അരൂപി വന്നിട്ട്, മനുഷ്യൻ വന്നിട്ട് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ പോലും അവൻ വഴിതെറ്റിക്കും. വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ അതിലെല്ലാം വീണ് പോകും. ഇത് കണ്ടു കഴിയുമ്പോൾ ഇവൻ തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ പോകും. അപ്പോൾ നമ്മൾക്ക് അബദ്ധം സംഭവിക്കും. നമ്മൾ അവൻ്റെ പിന്നാലെ പോയി അവൻ പറഞ്ഞതെല്ലാം അനുസരിക്കും. നമ്മൾ അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാകും. കാരണം ഭക്ഷണവും വെള്ളവും മറ്റതുപോലുള്ള ഒന്നും കിട്ടാൻ വഴിയില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഒരുക്കമുള്ളവരായിരിക്കുക. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ ലൂക്കാസ് സുവിശേഷത്തിൽ 21 അധ്യായം 16 മുതൽ 19 വരെയുള്ള വചനങ്ങളൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നമുക്ക് മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ പീഡനങ്ങളുണ്ടാവും. ഈ അരാജകത്വത്തിൻ്റെ അരൂപി അനുസരിക്കാത്തവർക്ക് എല്ലാവർക്കും, ദൈവത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും പീഡനങ്ങളുണ്ടാവും. അത് സഹിച്ചു നിൽക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് നിത്യജീവന അവകാശിയായി തീരാനുള്ള ഭാഗ്യം ലഭിക്കും. നമുക്ക് കേട്ട വചനങ്ങൾ അനുസരിക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥന കർത്താവിന് സമർപ്പിക്കാം. കർത്താവായ യേശുവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതം വരാൻ പോകുന്ന
അന്ത്യകാലത്തിന് വേണ്ടി തീരുവാൻ പറ്റിയ വചനങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുവാനും ഈ വചനത്തിലൂടെ ഞങ്ങൾ നിത്യരക്ഷയിൽ പ്രവേശിക്കാനുള്ള അവകാശികളായി തീരുവാനും അവിടുന്ന് ഇടവരുത്തണമേ. വന്നുപോയ എല്ലാ തെറ്റുകൾക്കും അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് തരണമേ. തുടർന്നുള്ള ജീവിതം അങ്ങയുടെ ദൈവരാജ്യം ലക്ഷ്യം വെച്ചുള്ളതായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.